ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നവർക്ക് പരാതി അറിയിക്കാനുള്ള കോൾ സെന്റർ കേരള പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ചു. പരാതി അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ എത്ര? ആൻസർ 155260 ആണ് കേട്ടോ. 155260. അടുത്ത ചോദ്യം, എവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പൊതുഗതാഗത റോഡ് ഉദ്ഘാടനം ചെയ്തത്? ഏറ്റവും ഉയരത്തിലുള്ള പൊതുഗതാഗത റോഡ് എവിടെ ഉദ്ഘാടനം ചെയ്തത്? ലഡാക്കിലാണ് അല്ലേ? ലഡാക്കിൽ. അടുത്ത പോയിന്റ് നോക്കാം. ഏത് ജില്ലയിൽ തുടങ്ങിയ ചുമർ ചിത്ര രചനാ പദ്ധതിയാണ് ആർട്ടീരിയ? എവിടെയാണ്? ട്രിവാൻഡ്രത്ത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഏത് ജില്ലയിൽ തുടങ്ങിയിട്ടുള്ള ചുമർ ചിത്ര രചനാ പദ്ധതിയാണ് ആർട്ടീരിയ? ട്രിവാൻഡ്രം. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നവർക്ക് പരാതി അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 155260. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്ത് ആദ്യമായിട്ട് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് സർ മാഡം എന്ന അഭിസംബോധന നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്? എവിടെയാ? മാത്തൂർ ഗ്രാമപഞ്ചായത്ത് കേട്ടോ. പാലക്കാട് ജില്ലയിലാണ് മാത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ മാഡം, സാറ് അങ്ങനെയൊന്നും വിളിക്കേണ്ട, മാഡം എന്നൊന്നും വിളിക്കേണ്ട എന്നുള്ള രീതിയിൽ മാത്തൂർ കേട്ടോ. മാത്തൂർ ഗ്രാമപഞ്ചായത്ത്, പാലക്കാട്. അല്ലെങ്കിൽ പലതരത്തിലുള്ള പേരൊന്നും വേണ്ട, സാർ മാഡം ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാൻ പറ്റും കേട്ടോ. അടുത്ത പോയിന്റ്, കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ 2021 സെപ്റ്റംബർ മാസം ആരംഭിച്ചിട്ടുള്ള പുതിയ ലോൺ സ്കീം ഏതാണെന്നാണ് ചോദ്യം. സുമിത്രം. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ 2021 സെപ്റ്റംബർ മാസം ആരംഭിച്ചിട്ടുള്ള പുതിയ ലോൺ സ്കീം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സുമിത്രം. സുമിത്രമാണ് കേട്ടോ ആ ലോൺ സ്കീം. 2021 സെപ്റ്റംബർ മാസം ഇന്ത്യൻ ആർമി പങ്കെടുത്ത സപ്പാഡ് 2021 ഏത് രാജ്യത്ത് നടന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമാണ്? ഇമ്പോർട്ടൻ്റ് ആണ് സപ്പഡ് കേട്ടോ. സപ്പഡ് 2021 റഷ്യയാണ്. ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്പഡ് എന്ന് പറയുമ്പോൾ ഷാപ്പാടായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഷാപ്പാട് ഫുഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര റഷ് ആയിരിക്കില്ലേ? ഓർത്ത് വയ്ക്കാം, റഷ്യയാണ് കേട്ടോ. അടുത്ത പോയിന്റ്, കോവിഡ് 3ാം തരംഗത്തെ ചേർക്കാൻ ഏത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ബി ദ വാരിയർ? നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളയാണ് അല്ലെ? ബി ദ വാരിയർ, കേരള. അടുത്ത പോയിന്റ് നോക്കാം. ഏത് രാജ്യത്തെ നഗരത്തിലാണ് മാധ്യമ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായിട്ടുള്ള ഗൗരി ലങ്കേഷിന്റെ ചരമദിനമായിട്ടുള്ള സെപ്റ്റംബർ 5 ഗൗരി ലങ്കേഷ് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്? ആൻസർ കാനഡയാണ് കേട്ടോ. കാനഡ. അപ്പോൾ ഗൗരി ലങ്കേഷ് എന്നൊക്കെ പറയുമ്പോൾ ഗൗരി ലങ്കേഷ്, ഗൗരവമായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഒരു കണ്ണടയൊക്കെ വെച്ചിരിക്കുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. ഗൗരി ലങ്കേഷിന്റെ എവിടെയാണ്? കാനഡയാണ്. അടുത്ത പോയിന്റ് നോക്കാം. G20 രാജ്യങ്ങളിലെ ആരോഗ്യ മന്ത്രിമാരുടെ 2021 യോഗം നടന്നിട്ടുള്ള സ്ഥലം റോമാണ് കേട്ടോ. അപ്പോൾ G20 രാജ്യങ്ങളിലെ ആരോഗ്യ മന്ത്രിമാരുടെയാണ് അല്ലെ? അപ്പോൾ ആരോഗ്യ മന്ത്രിമാരൊക്കെ ഒരു റൂമിൽ ഇരുന്നിട്ടാണ് യോഗം നടത്തിയത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. റൂമിലാണ്, ആരോഗ്യമല്ലേ, അപ്പോൾ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആണല്ലോ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്ത പോയിന്റ്, സാമൂഹിക പരിഷ്കർത്താവ് EV രാമസ്വാമി നായ്ക്കരുടെ ജന്മദിനം ഏത് സംസ്ഥാനത്താണ് സാമൂഹ്യ നീതി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്? EV രാമസ്വാമി നായ്ക്കരുടെ എവിടെയാണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്. അടുത്ത പോയിന്റ് നോക്കാം. 2021 സെപ്റ്റംബർ മാസം നടന്നിട്ടുള്ള സിംബെക്സ് 2021 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള നാവിക അഭ്യാസമാണ്? ആൻസർ സിംഗപ്പൂരാണ് കേട്ടോ. അപ്പോൾ സിംബെക്സ് എന്ന് പറയുമ്പോൾ S എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ, I എന്ന് പറഞ്ഞാൽ ഇന്ത്യ. ഓക്കെ, M എന്ന് പറഞ്ഞാൽ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസ് കേട്ടോ. അതാണ് സിംബെക്സിന്റെ ഫുൾ ഫോം. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, ആരൊക്കെയുള്ള? സിംഗപ്പൂരുണ്ട്, ഇന്ത്യ ഉണ്ട് കേട്ടോ. അതിന്റെ ബൈലാറ്ററൽ എക്സസൈസ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ലോക ആത്മഹത്യ പ്രതിരോധ ദിനം എന്നാണ്? സെപ്റ്റംബർ 10 കേട്ടോ. ലോക ആത്മഹത്യ പ്രതിരോധ ദിനം എന്നാണ് സെപ്റ്റംബർ 10. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഈ 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോണ്ടല്ലോ, 10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ പലരും ആത്മഹത്യയൊക്കെ ചെയ്യാറില്ലേ? അപ്പോൾ ടെമ്പറൊക്കെ തെറ്റിയിട്ട് ടെമ്പറൊക്കെ തെറ്റിയിട്ട് 10ാം ക്ലാസ്സിൽ പലരും ആത്മഹത്യയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. പക്ഷെ ഓർത്ത് വെച്ചേക്കുക, ലോക ആത്മഹത്യ പ്രതിരോധ ദിനമാണ് കേട്ടോ, സെപ്റ്റംബർ 10. ഓക്കെ. അടുത്ത പോയിന്റ്, ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാർ പുരസ്കാരം ഏതാണ്? നവകേരളം പുരസ്കാരമാണ് കേട്ടോ. ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാർ പുരസ്കാരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നവകേരളം പുരസ്കാരം. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാതയിൽ ലാൻഡിംഗ് സ്ട്രിപ്പ് നിർമ്മിച്ചത് എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയപാതയിൽ ലാൻഡിംഗ് സ്ട്രിപ്പ് നിർമ്മിച്ചിട്ടുള്ള എവിടെയാണ്? രാജസ്ഥാൻ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മരുന്നുകളും കോവിഡ് വാക്സിനുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ് കേട്ടോ. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മരുന്നുകളും കോവിഡ് വാക്സിനുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തെലങ്കാന. അടുത്ത പോയിന്റ് നോക്കാം. ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ ന്യൂവാക്കായ് ഫെസ്റ്റിവൽ നടന്നത്? ഒഡീഷയിലാണ് കേട്ടോ. ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ ന്യൂവാക്കായ് ഫെസ്റ്റിവൽ നടന്നത്? ഒഡീഷ. നമ്മുടെ PSCയിൽ ഇതേപോലത്തെ ഫെസ്റ്റിവൽസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. ന്യൂവാക്കായ് എന്ന് പറയുമ്പോണ്ടല്ലോ, ന്യൂവാക്കായ് ന്യൂ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് എന്താ നോക്കില്ലേ? അപ്പോൾ ഒഡീഷ എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ന്യൂവാക്കായ് ഫെസ്റ്റിവൽ നടന്നിട്ടുള്ളത് ഒഡീഷ.
ഈ വർഷത്തെ VT സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ TD രാമകൃഷ്ണൻ. TD. ഓക്കെ, VT സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? TD രാമകൃഷ്ണൻ. ഇന്ത്യയിൽ ഏത് ദിവസമായാണ് എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? സെപ്റ്റംബർ 15-നാണ് കേട്ടോ, സെപ്റ്റംബർ 15-നാണ്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമുക്ക് നമ്മുടെ ഒരു 10ാം ക്ലാസ് ഒക്കെ ഒന്ന് ആലോചിക്കാം അല്ലേ. 10th-ലല്ലേ നമ്മൾ ഏത് പ്രൊഫഷനൊക്കെ എടുക്കണമെന്ന് തീരുമാനിക്കുക. +1 +2-ലൊക്കെ ഏത് സ്ട്രീമിലേക്കൊക്കെ എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് 15 വയസ്സുള്ളപ്പോഴായിരിക്കും. അപ്പോൾ 15 എന്നുള്ളത് അവിടെ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം. ഓക്കെ, സെപ്റ്റംബർ. പലപ്പോഴും നമ്മൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടെമ്പറൊക്കെ തെറ്റിപ്പോകാറുണ്ട് അല്ലേ. പഠിച്ചിട്ട് ശരിയായില്ലെങ്കിലൊക്കെ ടെമ്പറൊക്കെ തെറ്റിപ്പോകാറുണ്ട്. അങ്ങനെ ടെമ്പർ 15 ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. തപസ്യ കലാസാഹിത്യ വേദിയുടെ പ്രഥമ മഹാകവി അക്കിത്തം പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ MT വാസുദേവൻ നായർ. തപസ്യ കലാസാഹിത്യ വേദിയുടെ പ്രഥമ മഹാകവി അക്കിത്തം പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ കേട്ടോ. 2021 സെപ്റ്റംബർ മാസം അന്തരിച്ചിട്ടുള്ള താണു പത്മനാഭൻ ഏത് മേഖലയിൽ പ്രശസ്ത വ്യക്തിയായിരുന്നു? ഏതാ? ശാസ്ത്രമാണ്. അപ്പോൾ താണു പത്മനാഭൻ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലൊക്കെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ശാസ്ത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് PSC ബുള്ളറ്റിനിൽ തന്നെ വന്നിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു ആഫ്റ്റർ ദി ഫസ്റ്റ് 3 minutes എന്ന് പറഞ്ഞിട്ടുള്ള കൃതി ആരുടേതാണ്? താണു പത്മനാഭൻ്റെ ആണ്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ ദി ഫസ്റ്റ് 3 minutes, ആദ്യത്തെ 3 മിനിറ്റിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ താഴ്ന്നു പോകും എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ഇവിടെ പഠിച്ചോളൂ. താണു പത്മനാഭൻ്റെ ആണ് ആഫ്റ്റർ ദി ഫസ്റ്റ് 3 minutes. അടുത്ത പോയിന്റ്, ബഹിരാകാശ പരിശീലനം ലഭിക്കാത്ത സാധാരണക്കാരായ 4 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് SpaceX നടത്തിയിട്ടുള്ള ബഹിരാകാശ ദൗത്യം ഏതാണ്? ഇൻസ്പിറേഷൻ 4 ആണ്. ഓക്കെ, അപ്പം പരിശീലനം ലഭിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള 4 പേരാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവും അല്ലേ. ഇൻസ്പിറേഷൻ 4 പേർക്ക് ഇൻസ്പിറേഷൻ 4. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2021 സെപ്റ്റംബർ മാസം അന്തരിച്ചിട്ടുള്ള KM റോയ് ഏത് മേഖലയിൽ പ്രശസ്ത വ്യക്തിയായിരുന്നു? KM റോയ് ഏതാണ്? മാധ്യമ പ്രവർത്തനം കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മാധ്യമ പ്രവർത്തനം. 2021 സെപ്റ്റംബർ മാസം പ്രകാശനം ചെയ്തിട്ടുള്ള ആങ്ക്ലെറ്റ് ഓഫ് ഫയർ ഏത് കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ആങ്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാദസരം, ചിലമ്പ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലേ. അപ്പോൾ ആങ്ക്ലെറ്റ് ഓഫ് ഫയർ ഏതാണ്? കനൽ ചിലമ്പ് കേട്ടോ, കനൽ ചിലമ്പ്. ഹെലിന എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. ഹെലിന എന്താ? മിസൈലാണ്. ഓർത്ത് വെച്ചേക്കാം, മിസൈൽ. അടുത്ത പോയിന്റ് നോക്കാം. കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായിട്ടുള്ളത് ബസവരാജ് ബൊമ്മയാണ് കേട്ടോ. ബസവരാജ് ബൊമ്മ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കർണാടക എന്ന് പറയുമ്പോൾ നമുക്ക് കാർ ആലോചിക്കാം അല്ലെ. കർണാടക കാറിനകത്ത് ബൊമ്മയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബൊമ്മയാണ് ബസവരാജ് ബൊമ്മ. ഗവർണർ ചോദിക്കുകയാണെങ്കിൽ, കർണാടകയിലെ ഗവർണർ ചോദിക്കുകയാണെങ്കിൽ തവാർചന്ദ് ഖേലോട്ട് ആണ് കേട്ടോ. തവാർചന്ദ് ഖേലോട്ട് ആണ്. ഓക്കെ, അപ്പോൾ കർണാടക. അപ്പോൾ നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ കളി കാണാനൊക്കെ വേണ്ടി പോണതായിട്ടൊന്ന് സങ്കല്പിക്കാം കേട്ടോ. ഖേൽ ഹിന്ദിയിൽ നമ്മൾ ഖേൽ പറയില്ല, അപ്പോൾ ഖേലോട്ട് കേട്ടോ. അടുത്ത പോയിന്റ്, കേരള സംസ്ഥാന സർക്കാരും വിക്രം സാരാഭായ് സ്പേസ് സെന്ററും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന സ്പേസ് പാർക്ക് പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായിട്ട് നിയമനം നേടിയിട്ടുള്ളത് G. ലെവിൻ ആണ്. സ്പേസ് പാർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പേസ് എന്നൊക്കെ പറയുമ്പോൾ GSLV ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തോടെ. G. ലെവിൻ, GSLV, അതുപോലെ തന്നെ G. ലെവിൻ എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. G. ലെവിൻ. അടുത്ത പോയിന്റ് നോക്കാം. 2021 കേന്ദ്രമന്ത്രിയായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി രാജീവ് ചന്ദ്രശേഖർ ആണ്. നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ അല്ലെ. നമ്മുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന നേട്ടത്തിന് അർഹനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അഭിമന്യു മിശ്രയാണ് കേട്ടോ. ഇന്ത്യൻ വംശജനാണ്. ആരാണ്? അഭിമന്യു മിശ്ര. ഓക്കെ, അപ്പം വയസ്സ് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് 12 വർഷവും 7 മാസമായിരുന്നു കേട്ടോ. അടുത്ത പോയിന്റ്, 2020 സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് അർഹമായിട്ടുള്ളത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ്. 2020 സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് അർഹമായിട്ടുള്ളത് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ഏറ്റവും മികച്ച ഏലം കർഷകനുള്ള സ്പൈസസ് ബോർഡ് അവാർഡ് 2021 അർഹനായിട്ടുള്ളത് KPN കൃഷ്ണൻകുട്ടിയാണ് കേട്ടോ. ആരാണ്? KPN കൃഷ്ണൻകുട്ടി. സ്പൈസസ് ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് അധികം സ്പൈസ് ഒന്നും പാടില്ല എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ KPN കൃഷ്ണൻകുട്ടിയാണ്. KPN കൃഷ്ണൻകുട്ടി. ഓണക്കാലത്ത് പച്ചക്കറികൾ സുലഭമായിട്ട് ലഭിക്കുന്നതിനായിട്ട് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നിറവല്ലം. അപ്പോൾ ഓണക്കാലത്താണ് കേട്ടോ. ഓണക്കാലത്തെ പച്ചക്കറികൾ സുലഭമായിട്ട് ലഭിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് നിറവല്ലം. അപ്പോൾ ഓണക്കാലത്തൊക്കെ പച്ചക്കറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിറയെ വെള്ളമൊക്കെ വെച്ചിട്ട് അത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ നിറവല്ലം എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. 2021 ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് പുഷ്കർ സിംഗ് ധാമിയാണ്. ആരാണ്? പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡാണ്. ഉത്തരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണിഷ്മെൻ്റ് ഒക്കെ കിട്ടും അല്ലേ. കോപ്പിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ ചിലപ്പോൾ ഒരു പുഷൊക്കെ കിട്ടും. പുഷ്കർ സിംഗ് ധാമി. 2021 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശില്പവും ആർട്ട് ഗാലറി നിലവിൽ വന്നിട്ടുള്ളത് തലയോലപ്പറമ്പാണ്.
2021 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശില്പവും ആർട്ട് ഗാലറി നിലവിൽ വന്നിട്ടുള്ളത് തലയോലപ്പറമ്പാണ് കേട്ടോ. അപ്പോൾ വൈകിയാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ തലവരെയൊക്കെ ശരിയാവും. ഓക്കെ, അപ്പോൾ തലയോലപ്പറമ്പ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശില്പവും ആർട്ട് ഗാലറി നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? തലയോലപ്പറമ്പ്. അടുത്ത പോയിന്റ് നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന സാംസ്കാരിക ബോധവൽക്കരണ വിദ്യാഭ്യാസ പരിപാടി ഏതാണ്? സമം. ഓക്കെ, എന്താണ് സമം? സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന സാംസ്കാരിക ബോധവൽക്കരണ വിദ്യാഭ്യാസ പരിപാടിയാണ് സമം കേട്ടോ. അതേപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് സിക്ക വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് കേട്ടോ. സിക്ക വൈറസ് എവിടെയാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? തിരുവനന്തപുരത്താണ്. അതേസമയം ഷിഗല്ലയാണ് ചോദിക്കുന്നതെങ്കിൽ അത് കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ സിക്ക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചെറിയ പേരല്ലേ, അപ്പോൾ വലിയ പേരുള്ള ജില്ലയാണെന്ന് ആലോചിക്കുക, തിരുവനന്തപുരം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2021 കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയായിട്ടുള്ളത് ബ്രസീലാണ് കേട്ടോ. ബ്രസീൽ. അപ്പം അതിൻ്റെ വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അർജന്റീനയാണ്, 2ാം സ്ഥാനം വന്നിട്ടുള്ളത് ബ്രസീലാണ്, 3ാം സ്ഥാനം വന്നിട്ടുള്ളത് കൊളംബിയയാണ്. അപ്പോൾ ABC നമുക്കൊന്ന് ഓർത്താൽ മതി അല്ലേ, അർജന്റീന, ബ്രസീൽ, കൊളംബിയ. അതേപോലെ തന്നെ C നമുക്ക് കോപ്പ അമേരിക്കയുമായിട്ടും കൂടെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ, 2021 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ്, ഓൾ ഇന്ത്യ റേഡിയോ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായിട്ടുള്ളത് വസുധ ഗുപ്തയാണ് കേട്ടോ. ഓൾ ഇന്ത്യ റേഡിയോ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ്? വസുധ ഗുപ്ത. റേഡിയോയിൽ ഈ ഗുപ്ത് സിനിമയിലത്തെ പാട്ടൊക്കെ വന്നെന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. വസുധ ഗുപ്ത. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മൈത്രി പട്ടേലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിമൻ പേഴ്സണാലിറ്റീസ് വെച്ചിട്ടുള്ള ഇന്ത്യൻ വിമൻ പേഴ്സണാലിറ്റീസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ പഠിച്ചു പോകാൻ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മൈത്രി പട്ടേൽ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള റേഡിയോ നിലയം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രീഡം സിംഫണി. ഓക്കെ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള റേഡിയോ നിലയമാണ് ഫ്രീഡം സിംഫണി കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഹിമാലയൻ പുള്ളിപ്പുലികളും കരിങ്കഴുത്തുള്ള കൊക്കിനെയും ഔദ്യോഗിക മൃഗവും ഔദ്യോഗിക പക്ഷിയുമായിട്ട് തിരഞ്ഞെടുത്ത കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലഡാക്കാണ്. ഓക്കെ, ഹിമാലയൻ പുള്ളിപ്പുലികളെയും കരിങ്കഴുത്തുള്ള കൊക്കിനെയൊക്കെ ഔദ്യോഗിക മൃഗവും അതുപോലെ തന്നെ ഔദ്യോഗിക പക്ഷിയുമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. അപ്പോൾ നമ്മുടെ സ്നോ ലെപ്പേർഡ് അല്ലേ, പുള്ളിപ്പുലി എന്ന് പറഞ്ഞാൽ സ്നോ ലെപ്പേർഡാണ്. അപ്പോൾ ലെപ്പേർഡ് ലഡാക്ക് ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. രജനി കൗൾ ഏത് മേഖലയിൽ പ്രശസ്തയായിരുന്നു? മാധ്യമ പ്രവർത്തകയാണ് കേട്ടോ. അപ്പോൾ BBC ആദ്യമായിട്ട് ഹിന്ദിയിൽ വാർത്ത വായിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകയാണ് രജനി കൗൾ. ഓക്കെ, അപ്പോൾ നല്ല കൗളുള്ള ഒരു മാധ്യമ പ്രവർത്തകയൊക്കെ ആയിരുന്നു എന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. BBC ആദ്യമായിട്ട് ഹിന്ദിയിൽ വാർത്ത വായിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകയാണ്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് നിലവിൽ വരുന്ന എവിടെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. ത്വക്ക് ബാങ്ക്, സ്കിൻ ബാങ്ക് നിലവിൽ വരുന്ന എവിടെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ നമ്മൾ ഈ കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സ്കിന്നൊന്നും അധികം കാണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ത്വക്ക് ബാങ്ക് കോട്ടയം മെഡിക്കൽ കോളേജ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ലോക അൽഷിമേഴ്സ് ദിനം അല്ലെങ്കിൽ ലോക സമാധാന ദിനം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 21 കേട്ടോ. എന്നാണ് സെപ്റ്റംബർ 21. അപ്പം അൽഷിമേഴ്സ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമുക്ക് മെമ്മറി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ പഠിക്കുന്ന കാര്യം തന്നെയാണെന്ന് വിചാരിച്ചോ, മെമ്മറിയൊക്കെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ പോയിന്റ്സ് ആയിട്ടൊക്കെ പഠിക്കണ്ടേ. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുക സെപ്റ്റംബർ കേട്ടോ, സെപ്റ്റംബർ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കട്ടെ. സെപ്റ്റംബർ മാസമാണ് 21 എന്നുള്ളത് ഓർത്ത് വയ്ക്കണേ. സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം കൂടിയാണ് കേട്ടോ. രാജ്യത്തെ ജനങ്ങൾക്ക് വാക്സിൻ നൽകിയതിന് ശേഷമുള്ള അധിക വാക്സിൻ കയറ്റുമതി ചെയ്യുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? വാക്സിൻ മൈത്രി. ഏതാണ്? വാക്സിൻ മൈത്രി. രാജ്യത്തെ ജനങ്ങൾക്ക് വാക്സിൻ നൽകിയതിന് ശേഷമുള്ള അധിക വാക്സിൻ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? വാക്സിൻ മൈത്രിയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. വിശപ്പ് രഹിത കേരളത്തിനായിട്ട് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സുഭിക്ഷ ഹോട്ടലാണ് കേട്ടോ. വിശപ്പ് രഹിത കേരളത്തിനായിട്ട് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? സുഭിക്ഷ ഹോട്ടൽ. ഇന്ത്യയിലെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമായിട്ടുള്ള ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം 2021 ലഭിച്ചിട്ടുള്ള മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ ജീമോൻ പന്യാമാക്കലാണ് കേട്ടോ. ആരാണ്? ഡോക്ടർ ജീമോൻ പന്യാമാക്കൽ. അപ്പോൾ ശാന്തി സ്വരൂപ് ഭട്നഗർ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമുക്ക് ഈ ശാന്തി എന്നുള്ള വാക്ക് എടുക്കാം കേട്ടോ. ഈ മോന് പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ജീമോൻ പന്യാമാക്കൽ, പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മോൻ ശാന്തനായിരിക്കും എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം കിട്ടിയിട്ടില്ല മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ ജീമോൻ പന്യാമാക്കൽ. അപ്പോൾ നമ്മളിവിടെ കോഡ്സ് പറയുന്നത് നമുക്ക് 4 ഓപ്ഷൻ കിട്ടിയിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവാം കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ സെപ്റ്റംബർ മാസം 2021 കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പുള്ള മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് മിസ് ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും നോക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.